ഒരു സന്തോഷ വാർത്തയുണ്ട്. ശ്രീ മോഹൻലാൽ KSRTCയുടെ ഗുഡ് വിൽ അംബാസഡറായിട്ട് പ്രവർത്തിക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം നേരിട്ട് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹം KSRTCയുടെ ഗുഡ് വിൽ പണം വാങ്ങിക്കൊണ്ടല്ല, സൗജന്യമായി. അതുകൊണ്ടാണ് അദ്ദേഹം അംബാസഡർ, നമ്മുടെ ബ്രാൻഡ് അംബാസഡർ അല്ല, ഗുഡ് വിൽ അംബാസഡർ എന്ന നിലയിൽ പണം വാങ്ങാതെ അദ്ദേഹം നമ്മളോട് സഹകരിക്കാം, നമ്മളെ പരസ്യങ്ങളിലും മറ്റും വന്ന് KSRTC സഹായിക്കാമെന്ന് അദ്ദേഹം എനിക്ക് നേരിട്ട് ഉറപ്പ് തന്നിട്ടുണ്ട്. അദ്ദേഹമായിട്ട് ചർച്ച ചെയ്ത് ഏറ്റവും നല്ല സംവിധായകരെ വെച്ച് നല്ല കുറച്ച് ആഡ് അദ്ദേഹത്തെ വെച്ച് എടുക്കും KSRTCക്ക് വേണ്ടിയിട്ട്. അത് കുറച്ചുകൂടി ആളുകളെ ഒരു ആകർഷണീയത ഉണ്ടാക്കാൻ വേണ്ടിയാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ താരം ദാദാ ഫാൽക്കെ പുരസ്കാരം നേടിയ ശ്രീ മോഹൻലാൽ KSRTCയുടെ ഒരു ഗുഡ് വിൽ അംബാസഡർ ആവുക എന്ന് പറയുന്നത് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. എല്ലാ ജീവനക്കാരോടും KSRTCയോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം, എന്നോടുള്ള വ്യക്തിപരമായ താല്പര്യം, അതുതന്നെയാണ് അദ്ദേഹം അതിന് തയ്യാറായത്. അദ്ദേഹത്തോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാം. അതെ, ഇത് കറണ്ട് ചാർജ് ചെയ്യുമ്പോൾ ലാഭമാണ്, പിന്നെ തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ നഷ്ടമാണ്. ഈ ടെക്നോളജി നമ്മൾ ഈ പറഞ്ഞ കാറിലൊക്കെ വന്നിരിക്കുന്ന ടെക്നോളജി, ഇപ്പോൾ ബെൻസ് കാറിന് വരെ, ഓഡി കാർ, എല്ലാവർക്കും ഇലക്ട്രിക് വണ്ടികളുണ്ട്. അവർ ഡെവലപ്പ് ചെയ്ത പോലെ ഒരു വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി ഒന്നും അല്ല ഇതിൽ നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ തുടക്കത്തിലുള്ളതാണ്. ഈ ചാർജർ പോലും, ഇപ്പോൾ ഇവിടെ വാങ്ങിയിരുന്ന വണ്ടിയുടെ ചാർജർ പോലും ഒരു യൂണിവേഴ്സൽ ചാർജറല്ല. ഇന്ന് ഇത്തരം ചാർജർ ഉപയോഗിക്കുന്ന ഒരു ചാർജിങ് സ്റ്റേഷനും ഇല്ല. ഇപ്പോൾ തിരുവനന്തപുരം നമ്മളത് കൊണ്ടുപോവുകയാണ്, കൊട്ടാരക്കര നിർത്തി ഒന്ന് ചാർജ് ചെയ്യുന്ന വെച്ചാൽ ആ ചാർജിനകത്ത് ഇത് കയറില്ല. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ ഇറങ്ങുന്ന ബസ്സുകളിലെല്ലാം ഒരു കാറിലും തന്നെ ഒരു യൂണിവേഴ്സൽ ചാർജറാണ്, ഒരേ ചാർജറാണ്. നമ്മൾ ഈ മൊബൈലിൽ ഉപയോഗിക്കുന്ന പോലെ എല്ലാം ഇതായില്ലേ, USB-C ആയില്ലേ, പോർട്ടായില്ലോ എന്ന് പറഞ്ഞതുപോലെ ഇത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഓൾഡ് മോഡലാണ്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് പെട്ടെന്ന് മാറ്റാനൊക്കത്തില്ല, ഇതിങ്ങനെ അങ്ങ് പോകാനേ പറ്റൂ. അപ്പോൾ ഈ അത്തരത്തിലുള്ള ഒരുപാട് ഡ്രോബാക്കുകളുണ്ട്. അതൊക്കെ ഒരു ആരംഭത്തിലുള്ള ഇതിൻ്റെ ഒരു ശൈശവ ദിശയിലുള്ള വണ്ടികളാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ടെക്നോളജിയൊക്കെ മാറും. ബാറ്ററി ബസ്സുകളൊക്കെ മാറി വരുന്നുണ്ട്. പിന്നെ ബാറ്ററി പറഞ്ഞ കറക്റ്റാണ്, അതിൻ്റെ ക്ലസ്റ്ററൊക്കെ ഉണ്ട്. ക്ലസ്റ്ററൊക്കെ കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ചാർജ് നേരെ കയറില്ല, ഡിസ്ചാർജും പെട്ടെന്ന് സംഭവിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇത് നമ്മൾ രാത്രി 8 മണിക്ക് ചാർജിലിടണം, അപ്പോൾ ഓട്ട് കഴിഞ്ഞാൽ. പക്ഷേ ആ സമയം എന്ന് പറയുന്നത് KSEBയുടെ പീക്ക് അവേഴ്സാണ്. 8 മണി മുതൽ 10 മണി വരെ മുടിഞ്ഞ ചാർജാണ്. അതുകൊണ്ട് നമുക്ക് ഇടാതിരിക്കാനും പറ്റത്തില്ല. അതിനകത്ത് ഒരുപാട് പ്രശ്നമുണ്ട്. ഇടയ്ക്ക് എറർ കാണിക്കും, അങ്ങനെയൊക്കെ വരും. പക്ഷേ അത് നമ്മൾ KSRTC മെക്കാനിക്കുകൾ അതെല്ലാം പഠിച്ചിട്ടുണ്ട്, അതെല്ലാം റെഡിയായി വരുന്നുണ്ട്. പിന്നെ ഇത് എക്സ്പെൻസീവാണ്, കാരണം ഇതിൻ്റെ ടയർ വല്ലാതെ തേയും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ബാറ്ററി വണ്ടിക്ക് എപ്പോഴും ഇനർഷ്യ കൂടുതലായി, പെട്ടെന്ന് എടുക്കും വണ്ടി. അപ്പോൾ അതിങ്ങനെ വീലിനെ പിടിച്ചാണ് എടുക്കുന്നത്. ഈ ലോഡോട് കൂടി പെട്ടെന്ന് എടുക്കും വണ്ടി. മറ്റ് വണ്ടികളിൽ ഇവിടെ ഗ്രാജുവലി അല്ല കയറുന്നത്. ബാറ്ററി വണ്ടി പെട്ടെന്ന് പിക്കപ്പ് ആവും, ഇലക്ട്രിക് ട്രെയിൻ പോലെയാണ്, പെട്ടെന്ന് പിക്കപ്പ് ആവും. പെട്ടെന്ന് പിക്കപ്പ് ആകുമ്പോൾ ടയർ ഇങ്ങനെ ഉരഞ്ഞു പിടിക്കും. മാത്രമല്ല ഈ വണ്ടിയിൽ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫുൾ ബാറ്ററിയുടെ ലോഡ് ഇതിനകത്ത് നിൽക്കുകയാണ്. ഐഷറിൻ്റെ വണ്ടിയാണെങ്കിൽ ടോപ്പിൽ മുഴുവൻ ബാറ്ററിയാണ്. അപ്പോൾ ഈ ബാറ്ററിയുടെ ഫുൾ ലോഡ് 6 വീലിലും പതിയും. ആളുകൾ കയറുമ്പോൾ പിന്നെയും പതിയും. അതുകൊണ്ടാണിത് പെട്ടെന്ന് വലിക്കുന്നത്. അപ്പോൾ പിന്നെയും തേയും. അതാണ് ബ്രേക്ക് ചെയ്യുമ്പോഴും പെട്ടെന്ന് നിൽക്കും. ബാക്കിൽ മറ്റേ വണ്ടി വരുമ്പോഴത്തേക്ക് അതിൻ്റെ ബാക്കിലാണ് എല്ലാം കൂടി. അപ്പോൾ ഈ ബാക്കിലത്തെ 4 ടയർ വളരെ പെട്ടെന്ന് തേയും. ആളില്ലെങ്കിലും ലോഡ് അവിടെ കിടക്കില്ലേ. ഒരു എഞ്ചിനാകുമ്പോഴേക്കും അത് സെൻട്രലൈസ് ചെയ്താണ് വയ്ക്കുന്നത് വണ്ടിയുടെ. അപ്പോൾ അതിൻ്റെ ലോഡ് അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകും. ഇതും അവർ പഠിക്കേണ്ടിയിരിക്കുന്നു, എങ്ങനെയാണ് ആ ലോഡ് എങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകാമെന്നുള്ള കാര്യം. ഒന്നും ഇതിനകത്തൊരു സ്റ്റഡീഡായിട്ടുള്ളതല്ല. ഇപ്പം ടാറ്റയുടെ കാർ വരുമ്പോൾ ഇലക്ട്രിക് കാറിനെ എല്ലാം അടിയിലാണ് വരുന്നത്, കാറിൻ്റെ അടിയിലാണ് ബാറ്ററി വരുന്നത്. അത് ഡിഫറൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ മാറും, കുറച്ച് കഴിയുമ്പോൾ മാറും. ഇപ്പോൾ ബാറ്ററി വണ്ടി ലോകത്ത് പരാജയം എന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇവിടെ നമുക്ക് മെയിൻ്റനൻസ് കൂടുതലാണ്. കണക്കെടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇത് ചില ആളുകൾ അബദ്ധം ചോദിക്കുന്നുണ്ട്. അതായത് മന്ത്രി പറഞ്ഞു 1134 കോടി രൂപ. 1134 കോടി രൂപ തിരുവനന്തപുരം നഗരത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. വണ്ടിക്ക് മാത്രമുള്ള പൈസയല്ല. അതിൽ 113 വണ്ടി 1 കോടി രൂപയ്ക്ക് 113 കോടി രൂപയ്ക്ക് വണ്ടി വാങ്ങിച്ചു. പിന്നെ ഇതിൻ്റെ കണക്ക് എഴുതുമ്പോൾ ലാഭം എങ്ങനെ എഴുതുന്നത്? ഈ വണ്ടിയുടെ വില കൂട്ടണ്ടേ? ഈ വണ്ടിയുടെ വില ഇതെങ്ങനെയാണ് ഫ്രീ ആവുന്നത്? ഈ വണ്ടി കേന്ദ്ര ഗവൺമെൻറ് 500 കോടി നഗരവികസനത്തിന്, സംസ്ഥാന ഗവൺമെൻറ് 500 കോടി നഗരവികസനത്തിന്, 133 കോടി രൂപ കോർപ്പറേഷൻ്റെ വക, 134 കോടി രൂപ കോർപ്പറേഷൻ്റെ വക. ഇത് വയ്ക്കുമ്പോഴാണ് 1134 കോടി രൂപയാവുന്നത്. അതിൻ്റെ ഒരു കമ്പോണൻറ്റ് മാത്രമാണ് ബസ്. അത് 113 ബസ്സുകൾക്ക് 113 കോടി രൂപ. ഇതിലും അതേപോലെ ഷെയർ 50 അങ്ങനെ വരും ഷെയർ വരുമ്പോൾ. അപ്പോൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഷെയറാണ് കൂടുതൽ ഞാൻ പറഞ്ഞ കറക്റ്റാണ്. പിന്നെ ഇത്
അബദ്ധം ചോദിച്ചങ്ങനെ 1200 കോടി രൂപയ്ക്ക് 1300 കോടിക്ക് 12 വണ്ടി 113 വണ്ടിക്ക് അപ്പോൾ 1 കോടിക്ക് എത്ര എന്ന് മണ്ടന്മാരല്ലാതെ ആരെയും ചോദിക്കും. ഇത് നഗരത്തിലെ ഡ്രെയിനേജ്, വാട്ടർ സപ്ലൈ, മറ്റ് സൗകര്യങ്ങൾ, റോഡുകൾ, കവടിയാർ മുതൽ പേരൂക്കട മുതൽ തൈക്കാട് വരെ പോകുന്ന റോഡ്, സ്മാർട്ട് റോഡ്, ഇതിനെല്ലാം ചെലവഴിച്ചത് ഈ പൈസയാണ്. അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണിത്. അപ്പം 113 കോടി രൂപയ്ക്ക് വാങ്ങിച്ച വണ്ടിക്ക് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ എല്ലാവരും കൊമേഴ്സ് പഠിച്ചവരൊക്കെ ഉണ്ട്. എന്താണ് പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? ഈ വണ്ടിയുടെ വില, അതൊരു കിലോമീറ്റർ ഓടുമ്പോൾ എത്ര കിലോമീറ്റർ ഓടി, അതിന് എത്ര രൂപ ചിലവാകുന്നു, ഡ്രൈവറെ ശമ്പളം, കണ്ടക്ടറുടെ ശമ്പളം, കറണ്ട് ചാർജ്, തേയ്മാനം, ടയർ, മറ്റ് പാർട്സ്. 1 കിലോമീറ്റർ ഓടുമ്പോൾ മെയിൻ്റനൻസ് ചാർജ് 4.5 രൂപയാണ് അല്ലേ? 4.5. AMC, അതായത് ഇതിനെ മെയിൻ്റനൻസ് ചെയ്ത് തരാൻ വേണ്ടി ആ കമ്പനിക്ക് നമ്മൾ AMC ആയിട്ട് കൊടുക്കുന്ന 4 രൂപയാണ്. 4 രൂപ 61 പൈസയാണ് ഈ കമ്പനിക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അത് ഇല്ലേ? അത് കോസ്റ്റല്ലേ? ഫ്രീ ആണോ? അതാരാ കൊടുക്കുന്നത്? KSRTC കൊടുക്കുന്നത്.